അതെ, നല്ല തണുപ്പായിരുന്നു. തണുപ്പൊക്കെ ഞാൻ മാറ്റിത്തരാം. ബിബിനെ, പറ ബേബി. എനിക്കൊരു ഹോട്ട് കിസ് ഇതാ. എവിടാ വേണ്ടേ? ബിബിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത്. എന്നാ അടുത്തേക്ക് വാ. വന്നു. എന്താടാ? എടാ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലടാ. എന്താ അവിടെ കൊതുകുണ്ടാ? നീ ചുമ്മാ ചളി അടിക്കല്ലോ കോപ്പേ. എന്താടാ നിന്റെ പ്രശ്നോ? എടാ കണ്ണടച്ച അവളുടെ സംസാരടാ ചെവിയില്. എടാ ഈ നട്ട പാതിരക്ക് എടാ നിന്റെ സൂക്കേട് എന്താന്നുള്ള എനിക്ക് മനസ്സിലായിട്ടാ. എടാ അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഒന്ന് പോട വെച്ചിട്ട് വെറുപ്പിക്കാതെ. എടാ അവളൊക്കെ ദുബായി പോയി സെറ്റിലായിട്ട് എത്ര നാളായടാ. എന്നെ കൊണ്ട് എടാ ഒന്ന് വെച്ചിട്ട് പോടാ അവിടെ നിന്ന്. എനിക്ക് രാവിലെ പണിക്ക് പോവാനുള്ളതാ. കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിപ്പണി എടുത്ത് മനുഷ്യനൊന്ന് കിടന്നുറങ്ങാന്ന് വിചാരിക്കുമ്പോൾ രാത്രിയാകുമ്പോൾ തുടങ്ങാൻ വേണ്ടി ഒരു കൊണ. എന്താടാ നീ ഇങ്ങനെ പറയണത്? എനിക്കെൻ്റെ വിഷമം നിന്നോടല്ലേ പറയാൻ പറ്റുള്ളൂ. ഉള്ളത് പറയാലോ. എന്ന് രാത്രി അവളോട് സംസാരിച്ചിരുന്നിട്ട് ഇപ്പം ആ നേരമാകുമ്പോൾ എന്തോ ഒരു തോന്നല. എടാ കാമ, എന്തോന്ന്? നിന്റെ പ്രശ്നം എന്താന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. ഒന്നെങ്കിൽ നീ നേരത്തെ ഒന്നിനെ കെട്ടാൻ നോക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ സെറ്റാക്കാൻ നോക്ക്. ഈ പറഞ്ഞ രണ്ടും നടക്കൂല. എനിക്ക് ഒറ്റ ഒരു വിശ്വാസമില്ല. ഓരോ വള്ളിക്കേസായിട്ട് ഇറങ്ങിക്കോളും മാങ്ങാത്തൊലി. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്ന് അടങ്ങ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. നിന്റെ ഈ സൂക്കണ്ണെ എന്റെ മനസ്സിൽ നല്ലൊരു ബെസ്റ്റ് ഐഡിയ തെളിഞ്ഞു വരുന്നുണ്ട്. എന്തു വഴി? ആലുവയിലെ നല്ലൊരു സ്പോട്ടുണ്ട്. ഞാൻ നോക്കിട്ടെ, ഈ ഒരൊറ്റ വഴി മാത്രമേ ഈ കാര്യത്തിന് കാണുന്നുള്ളൂ. കൂടുതൽ ആലോചിക്കണ്ട. എടാ നോക്കടാ, എന്റെ ഒന്നു എടാ നോക്കടാ, ഒന്ന് നോക്കിയേ. മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഒരു എടാ നിനക്കിത് എന്താടാ? ഇതിലിപ്പോ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, നീ ഇതും പറഞ്ഞോണ്ട് പിന്നെ എന്നെ വിളിക്കാൻ നിൽക്കരുത്. എടാ അതല്ല, ആരെങ്കിലും അറിഞ്ഞ പിന്നെ ചിന്തിക്കാനേ വയ്യ. എന്റെ പൊന്നളിയ, നീ ഒന്ന് അടങ്ങ്. ഞാനല്ലേ പറയണേ, ഇത് സേഫാ. എന്റെ ഫ്രണ്ട് ജിഷ്ണു ഇല്ലേ, അവൻ ഈ കാര്യത്തിൽ പുലിയാ. അവന്റെ കെയർ ഓഫിലുള്ളതുകൊണ്ട് ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. എടാ ഒരു മിനിറ്റ്, കോള് വരണം. ഹലോ ചേട്ടാ. നമ്മളിവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ. ഒരു വൈറ്റ് ഓൾട്ടോ കാറ്. ഇങ്ങോട്ട് പോര്. ശരി. എടാ എല്ലാം സെറ്റാണ്, നീ ധൈര്യമായിട്ടിരിക്കേ. എന്നാലും എന്തോ ഒരു പേടി. എടാ നീ പേടിക്കാൻ നിൽക്കല്ലേ, ഇതിനൊക്കെ ഒരു സ്പിരിറ്റിലെടുക്ക്. ഈ ജിഷ്ണു ഉണ്ടല്ലോ, ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയാളുടെ അടുത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നീ ഒരു രീതിയിലും പേടിക്കേണ്ട, 100% സേഫാ. നിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലുണ്ടല്ലോ, ഈ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ ഒരു കാര്യം അറിയാം, ഈ പുള്ളിക്കാരനുണ്ടല്ലോ, ഈ കാര്യത്തിലൊക്കെ ഇതിൻ്റെ ഒരു മെയിൻ ഗുണാണ്ട്രാ. എടാ നീ ധൈര്യമായിട്ടിരിക്കും വെച്ചാനേ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇനി നീ എന്തിനാ ടെൻഷൻ ആവണേ? എടാ എന്താ പുള്ളി വന്നു. ചേട്ടാ കേറ്. ചേട്ടാ ജിഷ്ണു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അതൊക്കെ അവൻ പറഞ്ഞിട്ടാ. നിങ്ങൾ ആർക്ക് വേണ്ടിട്ടാ? ഇവന് വേണ്ടിട്ടാ. നീ എന്താ മോനെ മുഖമൊക്കെ മറിച്ചോണ്ടിരിക്കണേ? ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എടാ ഇതിനൊക്കെ ഇറങ്ങണമെങ്കിൽ കുറച്ചൊക്കെ ധൈര്യം വേണം.
ഇത് ചുമ്മാ. ചേട്ടാ ഇവനെ ആദ്യമായിട്ടാണേ. അപ്പം നീ എവിടാ? ഞാനും. ആ. പിന്നെ ചേട്ടാ ഒന്ന് നോക്കിയും കണ്ടൊക്കെ വേണേ. ഇതൊരു നല്ല തുടക്കാവട്ടാ. അതെ, ഇതിലേ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് പറ. ഇതൊക്കെ കൊച്ചു പിള്ളേരാലോ. ഇതിനെയൊക്കെ കണ്ട പ്രായപൂർത്തിയാന്ന് തോന്നില്ലല്ലോ. എടാ ഇവിടെ ഇപ്പോഴേ 17-നും 22-നും ഇടയ്ക്കുള്ള പിള്ളേർക്കാണ് ഡിമാൻഡ്. അവരെ അന്വേഷിച്ച് വരുന്നതോ കോളേജ് പ്രൊഫസർമാർ, ഡോക്ടർമാർ, അങ്ങനെ ബഡാ ടീംസാ. പിള്ളേരെയോ? ഇവരൊക്കെ എങ്ങനെ ഇവിടെ? എടാ അതൊക്കെ വേറെ ലീഗാവുന്നു നീ അറിയണ്ട. ഇപ്പം നീ ഇതിൽ നോക്കിയിട്ട് നിനക്ക് ഏതാ വേണ്ടതെന്ന് പറ. അപ്പോൾ ചേട്ടന് ഇവരൊക്കെ ആയിട്ട് എങ്ങനെ? എടാ ഒരു നല്ല പാചകക്കാരൻ സ്വയം രുചിച്ച് നോക്കിയിട്ട് പുറത്തുള്ളവർക്ക് വിളമ്പും. ഏത്? ചേട്ടനാളെ കൊള്ളാലോ. ഇത് മതി. ആ, ഇവള് തുടക്കത്തിന് പറ്റിയതാ. കുറച്ച് നാളേ ഉള്ളൂ എൻ്റെ അടുത്ത് വന്നിട്ട്. അടിപൊളിയാടാ. നിങ്ങളെ ക്യാഷ് തന്നിട്ട് ആ റൂം നമ്പർ 30-ലേക്ക് കയറിക്കോ. മുഴുവനിലൂടാ. പോക്കോടാ. പോട്ടെ. ചെന്നോ. അല്ലടാ നിനക്കൊന്നും വേണ്ട. ഇത് നോക്കി ഏതാന്ന് വെച്ചെടുത്തോ. വേണ്ട ഏട്ടാ, ഞാൻ ഓൾറെഡി കമ്മിറ്റഡാ. എടാ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ വരണവരെ കെട്ടിയവരും കാമുകന്മാരുള്ളവരൊക്കെ ഉണ്ട്. ലൈഫ് ഒന്നല്ലടാ ഉള്ളൂ. എൻജോയ്ടാ. വേണ്ട. ആ വേണ്ടെങ്കിൽ വേണ്ട. ബിപിൻ, ആ നാൻസി. എന്താ? അല്ല, എൻ്റെ പേരാ പറഞ്ഞ നാൻസി. ഓ, പിന്നെ എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഇയാൾ ആദ്യമായിട്ടാണല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, തോന്നി. ഇയാളെന്നാ പോയി കുളിച്ചിട്ട് വാ. ആ പാട്ടൊക്കെ പാടൂലേ? പിന്നെ നല്ലായിരുന്നു. ശരിക്കും എന്താ പേടിയുണ്ടോ? ഏയ് പിന്നെന്താ പ്രശ്നം? അല്ല, ഇത് ഇതൊക്കെ എന്താ? ഇതില്ലാതെ കാര്യം നടക്കില്ല. ഇതൊക്കെ എന്തിനാ? നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരുന്നാ പോരെ? ഇതിലിപ്പോ എന്താ സംസാരിക്കാനുള്ളത്? അല്ല, തന്നെ പറ്റി അറിയാൻ. എന്നിട്ട് കല്യാണം ആലോചിക്കാൻ പോവാണോ?
കാര്യം നടന്നാ പോരെ? അതല്ല, ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാണ്ട് എങ്ങനെയാ? ഇവിടെ തന്റെ പ്രശ്നം എന്താ? പരിപാടി നടത്താ പോവാ, അല്ലാതെ ഇമോഷണൽ കണക്ഷൻസ് ഒന്നുമില്ല. വെറുതെ സമയം കളയല്ലേ. എടോ, താനിങ്ങനെ ദേഷ്യപ്പെടല്ലേ, കൂളാവ്. ഇതിങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമല്ലല്ലോ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒന്നല്ലേ. എനിക്ക് ധൃതിയില്ല, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരുന്ന് പതിയെ മതി. ഇതില്ലേലും സംസാരിച്ചാൽ മതി. ഇയാള് ചുമ്മാ കളിപ്പിക്കാൻ നിക്കല്ലേ. മനുഷ്യനെ മെനക്കെടുത്താതെ പോവാൻ നോക്ക്. ഇത് വീക്കെൻഡ്സ് ആണ്, ഒരുപാട് ആളുകൾ വരാനുള്ളതാ. താൻ പോയേ. എടോ, ഞാനെന്തേലും കാട്ടിക്കൂട്ടാൻ വേണ്ടി വന്നതല്ല. ഈ ഒരു ഫുൾ രാത്രിക്കുള്ള പൈസ ഞാൻ തന്നിട്ടുണ്ട്. നമ്മൾ തമ്മിലൊന്നും നടന്നില്ലേലും തനിക്കൊരു നഷ്ടം ഉണ്ടാവാൻ പോണില്ല. പോരെ? ശരി, പറ. അങ്ങനെ സമാധാനമായിട്ട് ചോദിക്കും. എന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, ഇതുപോലത്തെ ലൈഫ് ചൂസ് ചെയ്യാൻ. താനെന്താ എന്നെ ഇന്റർവ്യൂ എടുക്കാൻ വന്നാണോ? അങ്ങനെയല്ല, ഒരു കൗതുകം, അതുകൊണ്ട് ചോദിച്ചതാ. ഇതെന്റെ തീരുമാനമാണ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഈ സിറ്റിയിൽ അത്യാവശ്യം അടിച്ചു പൊളിച്ച് നടക്കാൻ എനിക്ക് കുറേ കാശ് വേണം. കുറഞ്ഞ സമയം കൊണ്ട് കുറേ പൈസ കിട്ടും, പിന്നെ എൻജോയ്മെൻറ്റും. അത് തന്നെ, വേറൊന്നുമില്ല. അപ്പോൾ തൻ്റെ ഫാമിലിയൊക്കെയോ? എൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അത് പറഞ്ഞിട്ടും തനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. സാധാരണ ഇവിടെ വരുന്ന ആളുകളെ പോലെയല്ലല്ലോ തൻ്റെ മട്ടും ഭാവവും. അതെന്താ? സാധാരണ വരുന്ന ആൾക്കാരെങ്ങനെയാ? കഥ കടിച്ചു കഴിഞ്ഞാൽ ഒരുതരം ആർത്തിയാണ്. എല്ലാം അറിയാവുന്ന ഭാവത്തിലാണ് വരിക, പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും ഒന്നും അറിയില്ല. സത്യം പറഞ്ഞ കോമഡിയാ. താൻ എന്തിനാ വന്നേ? സാധാരണ എല്ലാവരും എന്തിനാ വരുന്നത്? അതിന് തന്നെ. അല്ല, വേറെ എന്തോ ഉണ്ടല്ലോ. എന്ത്? എന്തോ ഒരു സങ്കടം. അതെന്താ അങ്ങനെ തോന്നാൻ? എടോ, എൻ്റെ വിഷയം സൈക്കോളജിയാ. ഒരാളെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവൂലോ എന്താ എങ്ങനെയാന്നൊക്കെ. താനിവിടെ സുഖത്തിന് വേണ്ടി മാത്രം വന്നൊരാളല്ല, അതെനിക്ക് ഉറപ്പാ. ഞാനീ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയില്ല. മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എനിക്ക് എന്നെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ, ലവ് മാറ്ററാ? ഏയ്, അങ്ങനെയും പറയാം. ആഹാ, ഒരു ബ്രേക്കപ്പ് സ്റ്റോറിക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ. പേടിക്കണ്ട, ബ്രേക്കപ്പ് സ്റ്റോറിയൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കില്ല. അത് കുഴപ്പമൊന്നുമില്ല. താൻ പറഞ്ഞു, എനിക്കിത് ശീലമായി. ഇതുപോലെ കുറേ കേൾക്കുന്നതാ. അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒറ്റയ്ക്കാവുമ്പോൾ പലതും വല്ലാതെ തന്നെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ കേൾക്കാൻ ആരുമില്ല. എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവനാ ഞാൻ പറയണ കുറച്ചെങ്കിലും കേൾക്കുന്നത്. പക്ഷെ അവനും എൻ്റെ ഈ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല. വേറെന്തൊക്കെയാണെന്ന് അവൻ കരുതണം. അങ്ങനെ എവിടേക്ക് വന്ന്. അപ്പൊ അതാണ് കാര്യം. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തൻ്റെ സങ്കടം കേട്ടോണ്ട് അവർക്ക് എന്താ ഗുണം? എല്ലാവർക്കും അവരുടെ സമയത്തിന് വിലയുണ്ടല്ലോ. താൻ എൻ്റെ സമയത്തിന് വില തന്നോണ്ടല്ലേ ഇപ്പൊ എൻ്റെ മുന്നിലിരിക്കുന്നത്. തമ്മിൽ മുൻപരിചയമില്ലാത്ത രണ്ടുപേര്, ഈ ഒരു കണ്ടുമുട്ടൽ ഇൻട്രസ്റ്റിംഗ്. ഇവിടെ വരുന്ന ഓരോ ആളും ഓരോ തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആണ്. കാണുമ്പോൾ എന്തൊക്കെയാണെന്ന് തോന്നിയെങ്കിലും അതിനെല്ലാം ഒരു കുമിളയുടെ ആയുസേ ഉള്ളൂ. എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ എന്തേലും ഓർഡർ ചെയ്യ്. എന്താ വേണ്ടേ? ബിരിയാണി മതി.
ആകാശം പോലെ അകലെ അരികത്തായി ഉയരെ ദൂരത്തോ ഉയരും ചാരത്തോ അനുരാഗത്തീയരിയുമ്പോൾ നാം ഉണരാതെ അറിയുന്ന മഴയുള്ള രാവിൻ്റെ കൊതിയാണ് നീ. തൂമഞ്ഞായി നിന്നു വേലായി ഞാൻ വന്നു ഒരു ശ്വാസക്കാറ്റിൽ പൊലിയാമെന്നോർത്തു. അകലാനോ കലരാനോ കഴിയാതെ നാം ഇടനെഞ്ചിൽ വീഴുന്ന മലർവാക നിറമുള്ള കനവാണ് നീ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? നമ്മളോ? ഇല്ല. നല്ല പരിചയം തോന്നുന്നുണ്ട്. ചിലപ്പോൾ തോന്നിയതായിരിക്കും. ഇവന്മാര് രണ്ടും പൊതുവെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുണ്ടാവും. അങ്ങനെ കണ്ടതായിരിക്കും. ആ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ആ. ക്ഷമിക്കണം കേട്ടോ, ഞാനേ കൂടെ ജോലി ചെയ്യുന്നൊരു കുട്ടിക്ക് പെട്ടെന്ന് സുഖമില്ലാതെയായി. അപ്പോൾ ആ കുട്ടിയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വന്നു. അതാ വരാൻ വൈകി. അതൊന്നും കുഴപ്പമില്ല. മോളെ ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പം നിങ്ങൾക്കും കൂടെ സമ്മതമാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്താം. ഇവൻ്റെ ലീവ് കഴിഞ്ഞ് പോണതിന് മുമ്പ് എൻഗേജ്മെൻറ്റ് നടത്തണം എന്നാ ഞങ്ങൾക്ക്. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വിളിക്കാം. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. മോള് ധൈര്യമായിട്ട് അങ്ങോട്ട് പോര്. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. മോളോട് യാത്ര. ശരിയെന്നാ. എടാ വേഗം നടക്ക്, വേഗം നടക്ക്. ആ, ഇതെന്താ ഇപ്പം ഇങ്ങനൊരു മഴ? മഴ നല്ലതല്ലേ? ആ, എന്നാ ശരി. കഴിവേരും നിന്നെ ഞാനുണ്ടല്ലോ. ഇനി ഇങ്ങനെയുള്ള പ്രാന്തന്മാരും കൂടെ വിട്ടാണ്ടല്ലോ. അവനെന്താ മരുന്നൊക്കെ അടിച്ചാൽ കൊച്ചിനെ എന്തൊക്കെ ചെയ്തതെന്നറിയോ? ഞാനവളെ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്. ആ മോളെ, അച്ഛൻ വരുന്നടാ. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. എടാ, ഈ കല്യാണം എങ്ങനെയും മുടക്കണം. അമ്മ ഏതാണ്ട് ഉറപ്പിച്ച മട്ട. എടാ നിനക്ക് എന്താടാ? അയാൾക്ക് നമ്മൾ മനസ്സിലായിട്ട് പോലും ഇല്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞ്. എടാ നമ്മളെപ്പോലുള്ള ആളുകളെ പുള്ളി സ്ഥിരമായിട്ട് കാണുന്നതാ. പോരാത്ത അന്ന് നീ മാസ്കും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ? ഏത് നേരത്താണോ നിന്റെ കോണത്തിലെ വാക്കും കേട്ട് പോവാൻ തോന്നി? എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരുള്ളതെന്ന്. അവിടെ ഞാൻ ഇരുന്ന് അനുഭവിച്ച ടെൻഷന് കൈയും കണക്കൂല്ലായിരുന്നു. പുള്ളിക്കെങ്ങാനും നമ്മളെ മനസ്സിലായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. അമ്മയെങ്ങാനും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എടാ നീ ടെൻഷൻ അടിക്കണ്ട. അത് അത്ര വലിയ കാര്യമൊന്നുമില്ല ഇപ്പത്. എന്തോന്ന്? എന്നിട്ട് നീ അവിടെ ഇരുന്ന് വേർക്കണ്ടായിരുന്നല്ലോ. എടാ പുള്ളീനെ അങ്ങനെ പെട്ടെന്ന് കാണുമ്പോ ആരാണേലും ടെൻഷൻ അടിച്ച് പോവില്ലേ? അത്രേ ഉള്ളൂ. എടാ പിന്നെ പുള്ളിയായിട്ട് ഇത് ആരോടും പറയാനും പോണില്ല. അവിടെ പുള്ളി മാന്യനാ. പിന്നെ പുള്ളിയായിട്ട് ഇങ്ങനെ ഒരു നാറിയ പരിപാടി കാണിക്കുന്നുണ്ട് എന്നുള്ളത് ബാക്കിയുള്ള ആൾക്കാരും അറിയാണ്ടിരിക്കേണ്ടത് പുള്ളീന്റെ കൂടെ ആവശ്യമാ. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. വേണ്ടടാ, അത് ശരിയാവില്ല. കുറ്റബോധം കൊണ്ട് ഒരിക്കലും സമാധാനം കിട്ടില്ല. അത് പോട്ടെ, വിധിച്ചിട്ടില്ല എന്ന് കരുതിയത്. എന്നാലിപ്പോ ആ നാൻസി എവിടെ ആയിരിക്കും ഉള്ളേ? ആവോ, പറയാണ്ട് പോയതല്ലേ. എന്നാലും എന്തായിരുന്നു അന്ന്? ഞാനൊന്നും പറയണില്ല. എന്താ അമ്മേ? ഇവിടെ എന്താ വാലടിച്ചിട്ട് രണ്ടും കൂടെ പരിപാടി? ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കായിരുന്നു. എടാ, അഞ്ജലിയുടെ അച്ഛൻ വിളിച്ചിരുന്നു. എന്തിന്?
അവർക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന്. അവര് നാട്ടിൽ തന്നെ ജോലിയുള്ള ആരെങ്കിലാണ് നോക്കണതെന്ന്. ആണോ? കുഴപ്പമില്ല അമ്മേ, നിനക്ക് വിഷമായോ? കുഴപ്പമില്ല, ഓക്കെയാണ്. ശരി. ആ ഇപ്പൊ സെറ്റായില്ലേ? അതെങ്ങനെ മുടക്കുന്നു ഓർത്തിരിക്കുകയായിരുന്നു. എന്തായാലും മുടങ്ങി കിട്ടിയില്ല. എടാ, ഇത് ഉടായിപ്പാണെന്നാ തോന്നുന്നത്. നീ കല്യാണാലോചനയായിട്ട് പോകുന്നതിന് മുമ്പേ അറിയില്ലായിരുന്നോ നീ പുറത്താണ് ജോലി ചെയ്യുന്നതെന്നുള്ളത്? എന്റെ ബലമായ സംശയം അയാൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നാണ്. എന്തായാലും മുടങ്ങിയില്ലോ. ഇനി പുള്ളി എന്തെങ്കിലും ചെന്ന് പറഞ്ഞു കാണുമോ? അതോർത്തിട്ട് നീ എന്തായാലും പേടിക്കണ്ട. അയാളുടെ കുഴി എന്തായാലും അയാളായിട്ട് തോണ്ടൂലല്ലോ. എടാ ശരിയെന്നാ, ഞാൻ ഇറങ്ങട്ടെ. നീ സമാധാനമായിട്ടൊന്ന് ഉറങ്ങിക്കോ. ഒരു പെണ്ണ് സെറ്റായപ്പോഴത്തേക്കും വൻ സാഹിത്യകാരനായല്ലോ. കോപ്പു. അളിയ എന്തായി? അവളുടെ ബർത്ത്ഡേ ആണ്. സോ അതിന്റെ. ഓ നന്നായി. അല്ല എന്തായി പെണ്ണാണല്ലോ? ഓ അത് നടക്കില്ലടാ. അവർക്ക് നാട്ടിലുള്ളവരെ മതിയെന്ന്. സാലടാ. പിന്നെ എന്റെ കല്യാണത്തോളം ലീവിന് വരുമ്പോ ഉണ്ടാവട്ടോ. അളിയാ അവള് വിളിക്കണ്ട്, ഞാൻ ഇപ്പൊ വിളിക്കാം. കൺഗ്രാജുലേഷൻസ്. അല്ല നീ ആളാരാന്ന് പറഞ്ഞില്ല. എടാ എടാ അങ്ങനെ അവനും പെണ്ണായി. വരും, വരാതിരിക്കില്ല.